സൂപ്പർ ഹിറ്റുകളുടെ സംവിധായകൻ എസ് രാജമൗലി. താൻ കഥകളുടെ അടിമയാണെന്നാണ് രാജമൗലി സ്വയം വിശേഷിപ്പിക്കുന്നത്. അതായത് ആകെ ചെയ്തത് 12 സിനിമകൾ മാത്രം, അതും 50 വയസ്സിനുള്ളിൽ. പക്ഷേ ചെയ്ത സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന സംവിധായകൻ കൂടിയാണ് രാജമൗലി. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ കണ്ട് കൈയടിച്ച ബ്രഹ്മാണ്ഡ ചിത്രം ബാഹുബലിയുടെ സൃഷ്ടാവാണ് അദ്ദേഹം. ബാഹുബലി എന്ന ഒറ്റ സിനിമയിലൂടെ മാത്രം ചലച്ചിത്ര ലോകത്ത് സമാനതകളില്ലാത്ത പ്രതിഭാസമായി മാറുകയാണ് എസ് രാജമൗലി. കാഴ്ചയുടെ മാന്ത്രിക അനുഭവം കാണുന്ന സിനിമകൾ ഇന്ത്യയിൽ ഒരുക്കുന്നതിൽ അദ്ദേഹത്തെ മറികടക്കാൻ കഴിയുന്ന മറ്റൊരാളില്ല എന്നതാണ് വസ്തുത. അവിടെയാണ് രാജമൗലി വ്യത്യസ്തനാകുന്നതും. അതായത് ആരും ചിന്തിക്കാത്ത കഥകൾ ആരും തന്നെ സംവിധാനം ചെയ്യാത്ത തലത്തിൽ സിനിമയെ ദൃശ്യവൽക്കരിക്കാൻ രാജമൗലി എന്ന സംവിധായകൻ അറിയാം. ആദ്യം പ്രേക്ഷകനെ ഞെട്ടിച്ചത് ഈച്ച മുഖ്യ കഥാപാത്രമായ സിനിമയിൽ VFXന്റെ സാധ്യതകൾ നന്നായി ഉപയോഗിച്ചുകൊണ്ടാണ്. വ്യത്യസ്തമായ ചലച്ചിത്ര അനുഭവം സൃഷ്ടിക്കാൻ അതിലൂടെ കഴിഞ്ഞു. ഓരോ സിനിമയും പരീക്ഷണം പോലെ തന്നെയാണ് രാജമൗലി എടുക്കുന്നത്. അങ്ങനെയാണ് ചരിത്ര പശ്ചാത്തലമുള്ള ബാഹുബലി 2 പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തിയത്. രാജമൗലി ഈച്ചയെ നായകനാക്കി സിനിമയെടുത്ത തൊട്ടു പിന്നാലെ അടുത്ത സൂപ്പർ ഹിറ്റ് മനസ്സിൽ കണ്ടു. ആ ചരിത്ര വിജയത്തിൽ അദ്ദേഹം ഒപ്പം കൂട്ടിയത് അന്നുവരെ നായകനിരയിൽ അത്ര തലയെടുപ്പില്ലായിരുന്ന പ്രഭാസിനെയാണ്. അതോടുകൂടി പ്രഭാസിന്റെയും തലവരയങ്ങു മാറി. അതായത് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളുടെ പട്ടികയിലേക്ക് പ്രഭാസ് വളർന്നു. ബാഹുബലി എന്ന സിനിമ എല്ലാ അർത്ഥത്തിലും ഒരു പക്കാ രാജമൗലി ചിത്രം തന്നെയാണ്. ഒരു സിനിമയുടെ സൃഷ്ടാവും വിജയശില്പിയും സംവിധായകൻ മാത്രമാണെന്ന് അദ്ദേഹം ആ ഒരൊറ്റ ചിത്രം കൊണ്ട് തെളിയിച്ചു. തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതൊരു മഹാ അത്ഭുതം തന്നെയായിരുന്നു. അതായത് താരങ്ങളുടെ മാത്രം പിൻബലത്തിൽ സിനിമകൾ വിജയിക്കുകയും സിനിമ ബിസിനസ് നടക്കുകയും ചെയ്യുക എന്നതിലുപരി ചരിത്രപരമായ വഴിത്തിരിവ് തന്നെയായിരുന്നു ബാഹുബലി. ഇന്ന് ഇന്ത്യൻ സിനിമയിൽ നിന്ന് ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന സംവിധായകനാണ് രാജമൗലി. തെലുങ്ക് സിനിമയിൽ നിന്ന് പാൻ ഇന്ത്യൻ ശ്രദ്ധയിലേക്ക് ഒറ്റ ചിത്രം കൊണ്ടാണ് അദ്ദേഹം എത്തിയതും. ബാഹുബലി 2ാം ഭാഗം അതിനേക്കാൾ വലിയ വിജയമായതോടെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും താരമൂല്യമുള്ള സംവിധായകനായി അദ്ദേഹം മാറുന്നതാണ് കണ്ടത്. പിന്നീടെത്തിയ RRR പാശ്ചാത്യ സിനിമാ പ്രേമികളുടെ പോലും സ്വീകാര്യതയിലേക്ക് എത്തി. കരിയറിലെ ഏറ്റവും വലിയ ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് ഇന്ന് എസ് രാജമൗലി. മഹേഷ് ബാബു നായകനാവുന്ന ചിത്രത്തിന്റെ ബജറ്റ് 1000 കോടിയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 200 കോടിയാണ് നിലവിൽ എസ് രാജമൗലി സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിന് വാങ്ങുന്ന ഫീസ്, പ്രോഫിറ്റ് ഷെയർ, റൈറ്റ്സ്, വിൽപ്പനയിൽ നിന്നുള്ള ബോണസ് എല്ലാം ചേർത്താണ് ഇത്. സിനിമ കൂടുതൽ കളക്ട് ചെയ്യുന്നതനുസരിച്ച് ഷെയറും കൂടും. RRL ഇതെല്ലാം ചേർത്ത് അദ്ദേഹം വാങ്ങിയത് 200 കോടിയായിരുന്നു. മുൻനിര ബോളിവുഡ് താരങ്ങളായ ഷാറുഖ് ഖാനും സൽമാൻ ഖാനും പോലും 150 മുതൽ 180 കോടി രൂപ മാത്രമാണ് ലഭിക്കുക. അതേസമയം ഇന്ത്യൻ സിനിമയിലെ മറ്റ് സംവിധായകരുടെ കാര്യമെടുത്താൽ രാജമൗലിയുടെ പകുതി പോലും പ്രതിഫലം ലഭിക്കുന്ന മറ്റാരുമില്ല. രാജമൗലി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിഫലം വാങ്ങുന്ന 2 പേർ അനിമൽ സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാങ്കയും KGF സംവിധായകൻ പ്രശാന്ത് നീലുമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ചിത്രത്തിന് ഇരുവരും വാങ്ങുന്നത് 90 കോടി രൂപയാണ്. തൊട്ടു പിന്നിലുള്ളത് ബോളിവുഡ് സംവിധായകൻ രാജ്കുമാർ ഹിറാനിയാണ്. 80 കോടിയാണ് അദ്ദേഹം ഒരു ചിത്രത്തിന് വാങ്ങുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.